കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. അപ്പം നമ്മൾ 25ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്തത്. അതിലെന്താ പറഞ്ഞ വെച്ചാൽ മൂന്ന് കണ്ണുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ദേവിയുടെ ആ സൗമ്യമായിട്ടുള്ള ശ്രീമുഖം ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. വളരെ നല്ലൊരു പ്രാർത്ഥന. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന ഭീതിഭ്യ കാർത്തിയായിനി നമോസ്തുതേ. ഇനി നമുക്ക് 26 വായിക്കാം. ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം തൃശൂലം പാതുനോർഭീതൈർ ഭദ്രകാളി നമോസ്തുതേ. ഈ ശൂലത്തുനിന്ന് തീയിൻ്റെ ജ്വാലകൾ പോകുന്നുണ്ടെന്നാണ് ഇതിൽ പറയണം കേട്ടോ. ഭഗവത്ര ശൂലത്തുനിന്ന് നമുക്ക് നോക്കാം. ജ്വാലാകരാളം, ജ്വാലകളെ കൊണ്ട് കരാളം ഭയങ്കരമായി, അത്യുഗ്രം, അത്ര ഉഗ്രമായിട്ട്, അശേഷാസുരസൂദനം, എല്ലാ അസുരന്മാരെയും വധിക്കുന്നതായ അല്ലെങ്കിൽ ഹിംസിക്കുന്നതായ ഇരിക്കുന്ന തൃശൂലം കൊണ്ട് അനവധി അസുരന്മാരെ കൊന്നൂലോ. അതെങ്ങനെയാണ് തൃശൂലത്തിൻ്റെ ആ 3 മുനകൾ ഇങ്ങനെ കത്തണ തീയ് പോലെയാണെന്ന്. അങ്ങനെയുള്ള തൃശൂലം കൊണ്ട് അനവധി അസുരന്മാരെ കൊന്ന നഹ, ആ തൃശൂലം തന്നെ ഭഗവതരുടെ കയ്യിലുള്ള അനവധി അസുരന്മാരെ നിഷ്പ്രയാസം വധിച്ച ആ തൃശൂലം ഉണ്ടല്ലോ ഭഗവതരുടെ കയ്യിലത്തെ, അത് നഹ ഞങ്ങളെ ഭീതേഹേ പാതു എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഭദ്രകാളി, അല്ലയോ ഭദ്രകാളി, തേ നമഃ അസ്തു, അതായത് ഭഗവതിക്ക് അങ്ങയ്ക്കായി നമസ്കാരം എന്നാണ് ഇതിൽ. അതായത് ഈ തീജ്വാലകൾ, അഗ്നിജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായിട്ട് എല്ലാ അസുരന്മാരെയും നിശേഷം ഹനിക്കുന്ന ഭഗവതിയുടെ ആ തൃശൂല ആയുധം ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അല്ലയോ ഭദ്രകാളി സ്വരൂപിണിയായിട്ടുള്ള ഭഗവതി, ഞങ്ങൾ നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ്. ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം തൃശൂലം പാതുനോർഭീതേർ ഭദ്രകാളി നമോസ്തുതേ. ഇനി 27. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേനാപൂര്യയാ ജഗദ് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യ സ്വസുതാനിവാം. അപ്പം നമുക്ക് അർത്ഥം നോക്കാം കേട്ടോ. ഏ ഖണ്ഡ, ഈ കയ്യിലുള്ള മണി ഉണ്ടല്ലോ, ഖണ്ഡമണി, അത് സ്വനേന ജഗൽ ആപൂര്യം, ആ മണിയുടെ നാദം കൊണ്ട് ഈ ത്രിലോകം മുഴുവനും ആപൂര്യ നിറച്ച്, ആ ശബ്ദം കൊണ്ട് നിറച്ച് ദൈത്യ തേജാംസി അസുരന്മാരുടെ തേജസ്സിനെ ഹിനസ്തി നശിപ്പിക്കുന്ന ആ മണി, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന ആ മണി, അനഹ സുതാൻ ഇവ, അതായത് എന്താണ്, പാപേഭ്യ സ്വനേനാപൂര്യ യാജകൽ സാഖണ്ഡ പാതുനോ ദേവി പാപേഭ്യ സ്വസുതാനിവ. അത് ഞങ്ങളുടെ, അതായത് ആ നാക്കുമണി ഉണ്ടല്ലോ, അത് ദേവി സ്വന്തം മക്കളെ എന്ന പോലെ സ്വസുതാനിവ ഞങ്ങളെ സർവപാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അതാണ് പാപേഭ്യ സ്വസുതാനിവ. സ്വന്തം മക്കളെ രക്ഷിക്കണ പോലെ ആ മണിയിൽ നിന്ന് പുറപ്പെട്ട ലോകം മുഴുവൻ ഇങ്ങനെ എന്താ പറയുക, പ്രതിധ്വനിച്ച് നിൽക്കുന്ന ആ മണി ഉണ്ടല്ലോ, ലോകത്തിൽ മുഴുവൻ ശബ്ദം നിറയ്ക്കുന്ന ആ മണി സ്വന്തം മക്കളെ എന്ന പോലെ ഞങ്ങളെ സർവപാപങ്ങളിൽ നിന്നും, പാപേഭ്യ അല്ലേ, സർവപാപങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് ഒരമ്മ മക്കളെ എന്ന പോലെ ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും ആ മണി
ഞങ്ങളെ രക്ഷിക്കട്ടെ. എങ്ങനത്തെ മണി? ആ മണിയുടെ ശബ്ദം കൊണ്ട് ലോകം മുഴുവൻ പൂരിതമാണ്, നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ മണി കൊണ്ട് 3 ലോകങ്ങളെയും ശബ്ദം കൊണ്ട്, നാദം കൊണ്ട്, ആ ഖണ്ഡാമണിയുടെ ആ നാക്കുമണിയുടെ നാദം കൊണ്ട് 3 ലോകങ്ങളെ നിറച്ച് അസുരന്മാരുടെ തേജസ്സിനെ കെടുത്തുന്ന, നിഷ്പ്രഭമാക്കുന്ന ആ നിന്ദിരയുടെ കയ്യിലുള്ള ആ മണിയുണ്ടല്ലോ, അത് ഒരു അമ്മ മക്കളെ എന്ന പോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. ഹിനസ്തി ദൈത്യതേജംസി സ്വനേനാ പൂരയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യ സ്വസുതാനിവാം. എല്ലാം രക്ഷിക്കണേ എന്ന വളരെ നല്ല പ്രാർത്ഥന അല്ലേ. ഒന്നും വേണമെന്നൊന്നും പറയുന്നില്ല, രക്ഷിക്കണമെന്നേ പറയുള്ളൂ. അസുരാസൃക് വസാപങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖൽഗോ ഭവതു ചണ്ഡികേ ത്വം നതാവയം. ചണ്ഡികേ അല്ലയോ ചണ്ഡികാദേവി. ചണ്ഡിക എന്നാണ് ഇതിലിപ്പോൾ സംബോധന ചെയ്യണത്. അസുരസ്യ ഹേ ചണ്ഡികാദേവി, ഖൽഗ ശുഭായ ഭവതു, അവിടുത്തെ വാള് ഞങ്ങൾക്ക് ശുഭത്തിനായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള പള്ളിവാള? എങ്ങനത്തെ പള്ളിവാളാണ്? അസുരാസൃക് വസാപങ്ക ചർച്ചിത. അതായത് പിന്നെ എന്താണ്, ഈ അസുരന്മാരുടെ ചോരയിലും അവരുടെ മേലത്തെ മേധസ്സുണ്ടല്ലോ, ഫാറ്റ്, അതാണ്, അവരുടെ ചോരയിലും അവരുടെ മേധസ്സിലും കുളിച്ച ഈ തേ കരോജ്വല, നിന്തിരുവടിയുടെ തൃക്കൈയിൽ തിളങ്ങി വിളങ്ങുന്നത്, ഉജ്ജ്വലമായി വിളങ്ങുന്ന ആ വാള്, അങ്ങനെയുള്ള പള്ളിവാള് ഞങ്ങൾക്ക് ശുഭമരുളട്ടെ. ചണ്ഡികേ വയം ത്വാം നാഥാഹ. അങ്ങനെ പള്ളിവാള് കയ്യിൽ പിടിച്ച ഹേ ഭഗവതി, അവിടുത്തേക്ക് നമസ്കാരം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ വാള് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ്. മറ്റേ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഖണ്ഡാമണി പറഞ്ഞില്ലേ, അത് ഇനിയിപ്പോൾ ഇതിൽ വാള, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ശൂലം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ വാള, ഭഗവതിയുടെ കയ്യിലുള്ള വാള് ഞങ്ങളെ രക്ഷിക്കട്ടെ. ആ വാള് എങ്ങനെയുള്ള വാളാന്നും കൂടിയും പറഞ്ഞിരുന്നു മാത്രം അല്ലേ. എങ്ങനെയുള്ള വാളാണ്? ഈ അസുരന്മാരുടെ ചോരയിലും മേധസ്സിലും കുളിച്ച വാളാണ് ഭഗവതിയുടെ കയ്യിലിരിക്കണത്. അത്ര ദുഷ്ടന്മാരെ വധിച്ചതാണ്. അപ്പോൾ ആ വാളിൻ്റെ ശക്തി അത്ര ഉണ്ട്. അതുകൊണ്ട് ഭഗവതിയുടെ കയ്യിലിരിക്കണ ആ ശക്തിയേറിയ ആ വാളുണ്ടല്ലോ, അത് ഞങ്ങളെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ശുഭമരുളട്ടെ. അതായത് വരുന്ന അശുഭത്തിനെ മുഴുവൻ ആ വാള് വെട്ടിമാറ്റട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ശുഭം തന്നെ ഭവിക്കട്ടെ എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ചണ്ഡിക എന്നാണ് വിളിക്കണത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുന്നു. എല്ലാറ്റിലും നമസ്കരിച്ചും കൊണ്ടാണല്ലോ. അപ്പോൾ ഇതിൽ വാള് ഞങ്ങൾക്ക് ശുഭമരുളട്ടെ. എത്രയോ ദുഷ്ടന്മാരെ കൊന്ന വാളാണ്, ആപത്തുകളെ അകറ്റിയ വാളാണ്. അപ്പം ഞങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തുകളെയും അകറ്റി ഞങ്ങൾക്ക് ശുഭം അരുളണേ എന്നാണ്. അസുരാസൃഗ്വസാപങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖൽഗോ ഭവതു ചണ്ഡികേ ത്വം നതാവയം. ഇനി രോഗാനശേഷാനപഹംസി തുഷ്ടാ കാമാനഭീഷ്ടാനഖിലാൻ ദദാസി ത്വാം ആശ്രിതാനം ന വിപന്നരാണം ത്വാം ആശ്രിതാഹ്യാശ്രയതം പ്രയന്തി. ഇത് ചിലതിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പഠിച്ചിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത്. ഈ ഒരു വേർഷൻ തന്നെയാണ്. പക്ഷെ ചില വേർഷനിലൊക്കെ രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാതു കാമൻ സകലാനഭീഷ്ടാൻ ത്വാം. പിന്നത്തെ 2 വരി ഒന്ന് തന്നെയാണ്. അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ പുസ്തകത്തിലുള്ള പോലെ പോവാം. കുറച്ച് വ്യത്യാസമാണ് 2ാമത്തെ വരി ചില വേർഷനിൽ. അപ്പോൾ ഇതിലെന്താണ്? തുഷ്ടാത്വം അശേഷാൻ രോഗാൻ അപഹംസി. അതായത് ഭഗവതി തുഷ്ടാത്വം, ഭഗവതി പ്രസാദിച്ചാൽ, തുഷ്ടി പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ പ്രസാദം, തുഷ്ടാത്വം അതായത് അങ്ങ് നിന്തിരുപടി പ്രസാദിച്ചാൽ അശേഷാൻ രോഗാൻ സകലവിധ രോഗങ്ങളെയും അപഹംസി ഇല്ലാതാക്കും.
ഭഗവതിയുടെ പ്രസാദം മാത്രമേ വേണ്ടൂ. നമ്മുടെ രോഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറും. ഭഗവതിയുടെ ആ ഒരു എന്ത് വേണം, ഭഗവതി നമ്മളിൽ പ്രസാദിച്ചാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരാൻ പറ്റും. മാത്രമാണോ അഭീഷ്ടാൻ അഖിലാൻ കാമാൻ ദദാസി, നമ്മളെ ആമയങ്ങൾ മാറ്റിത്തരുന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അഭീഷ്ടം മുഴുവൻ സാധിപ്പിക്കും. അഭീഷ്ടമുള്ള എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കും. അഭീഷ്ടാൻ അഖിലാൻ എന്ന് പറഞ്ഞല്ലോ, അഖിലാൻ കാമാൻ, എല്ലാ ആഗ്രഹങ്ങളെയും ഇഷ്ടമുള്ള സർവ്വവസ്തുക്കളെയും ഭഗവതി നൽകും. ത്വാം ആശ്രിതാനാം നരാണാം വിപത്തുന്ന, ഭഗവതി ശരണാഗതി അടയുന്ന ജനങ്ങൾക്ക് ആശ്രയിക്കുന്നവർക്ക് ഒരാപത്തും സംഭവിക്കില്ല എന്ന് മാത്രമല്ല, ത്വാം ആശ്രിതാഹ ആശ്രയതാം പ്രയാന്തിഹി, മാത്രമല്ല ഭഗവതി ആശ്രയിച്ചവർ അന്യർക്ക് വാസ്തവത്തിൽ ആശ്രയമായി തീരുകയും ചെയ്യും. അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം എന്നാണ്. എങ്ങനെയാണ്? ഏത് ദേവി പ്രസാദിച്ചാലാണോ സകല രോഗങ്ങൾക്കും നിവാരണം ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, നമുക്ക് രോഗനിവാരണം മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള പ്രസാദിച്ചാൽ അഭീഷ്ടം മുഴുവൻ സാധിപ്പിച്ചു തരുന്ന ദേവിയാണ്. ആശ്രയിക്കുന്നവർക്ക് ഒരു വിപത്തും വരാതെ സൂക്ഷിക്കുന്നവളാണ്. ഇത് മാത്രമല്ല, നമ്മളെ അതായത് ഭഗവതി ആശ്രയിച്ചാൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് ആശ്രയമായി തീരും ചെയ്യും. അത് നമുക്ക് സഹായം ചെയ്യാനും ഭഗവതി സഹായിക്കും. നമ്മൾ വേറൊരാൾക്കോ സഹായമാവാനും കൂടി, അതായത് നമ്മൾ ബാക്കിയുള്ളവർക്ക് ആശ്രയമില്ലാത്തവർക്ക് നമ്മളും ആശ്രയമായി തീരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാനുള്ള അവസരവും ഭഗവതി ഉണ്ടാക്കി തരും. എത്ര നല്ലൊരു പ്രാർത്ഥനയല്ലേ. ഭഗവതി പ്രസാദിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ്. ഭഗവതി പ്രസാദിച്ചാൽ നമ്മുടെ എല്ലാ രോഗനിവാരണത്തിനും കാരണമാവും. അതുമാത്രമല്ല, അഭീഷ്ടങ്ങൾ മുഴുവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കും. മാത്രമല്ല, ഭഗവതിയെ സർവാത്മനാൽ ആശ്രയിച്ചാൽ ഭഗവതി എല്ലാ വിപത്തുകളും അകറ്റിത്തരും എന്ന് മാത്രമല്ല, ഭഗവതി ആശ്രയിച്ചവർ ബാക്കിയുള്ളവർക്ക് ആശ്രയമായി തീരും എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് സഹായം ആയി തീരാനുള്ള സുഹൃതവും ഭഗവതി നമുക്ക് നൽകും. വളരെ നല്ലൊരു ഇതല്ലേ. രോഗാനശേഷാനപഹംസി തുഷ്ടാ കാമാനഭീഷ്ടാൻ അഖിലാൻ ദദാസി ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. ഭഗവതി ആശ്രയിച്ചോരെ ബാക്കിയുള്ളവർക്ക് ആശ്രയമായി തീരും കൂടിയും ചെയ്യുമെന്ന് പറഞ്ഞു. എത്ര നന്നായി പറഞ്ഞു അല്ലേ. ഇനി ഇതിപ്പോൾ 29 ചെയ്തത്, നമ്മൾ നോക്കട്ടെ കേട്ടോ. അതെ, ഓക്കെ. ഇനി 30 കേട്ടോ. രൂപൈരനേകൈർബഹുധാത്മമൂർത്തിം കൃത്വാംബികേയൽ പ്രകരോതി കന്യ. അല്ല, അതിപ്പോൾ 2 വരി വിട്ടു, സോറി. 29 രോഗാൻ. ഓക്കെ. ഏതത്കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷം ദേവി മഹാസുരാണം രൂപൈരനേകൈർബഹുധാത്മമൂർത്തിം കൃത്വാംബികേയൽ പ്രകരോതി കന്യ. ആത്മമൂർത്തിം ബഹുധാ കൃത്വ, അതായത് ആത്മമൂർത്തി എന്താ? സ്വസ്വരൂപം. ഭഗവതിയുടെ സ്വസ്വരൂപത്തെ പലതാക്കിയിട്ട്, അല്ലേ, പല രൂപത്തിൽ വന്നില്ലേ ഭഗവതി? വാരാഹി, നാരസിംഹി, വൈഷ്ണവി, കൗമാരി നമ്മൾ കണ്ടുല്ലോ. അതാണ് ആത്മമൂർത്തി ബഹുധാ കൃത്വ. സ്വന്തം സ്വരൂപത്തിനെ പലതരത്തിലാക്കിയിട്ട് അനേകൈഹി രൂപൈഹി, ബ്രഹ്മാണി നമ്മൾ കണ്ടു അല്ലേ, മാഹേശ്വരി, ബ്രഹ്മാണി, നാരസിംഹി, വൈഷ്ണവി, കൗമാരി, പിന്നെ അങ്ങനെ നമ്മൾ പലതും കണ്ടുല. അങ്ങനെയൊക്കെ വന്നു. ബ്രഹ്മാണ്യാദി, അതാണ് മുമ്പ് പറഞ്ഞല്ലോ, അനേക രൂപത്തിൽ വന്നു. സ്വസ്വരൂപത്തിനെ പലതാക്കി മാറ്റിയിട്ട്. എന്നിട്ടോ ധർമ്മദ്വിഷാം മഹാസുരാണാം കഥനം യത് ഏതത്, അതായത് ഹലോ ദേവി, എന്നിട്ട് അങ്ങനെ ഓരോ സമയത്ത് അതാത് സമയത്ത് വേണ്ട പോലത്തെ പല വേഷങ്ങളെടുത്ത് വന്നിട്ട് ഈ ധർമ്മത്തിനെ
അധർമ്മികളായ ധർമ്മദ്വേഷികൾ എന്ന് പറഞ്ഞാൽ എന്താ, ധർമ്മദ്വിഷാം എന്ന് പറഞ്ഞുവല്ലോ. ധർമ്മദ്വേഷികളെ വെച്ചാൽ എന്താ, അധർമ്മികൾ അല്ലേ, ധർമ്മത്തിനെ ദ്വേഷിക്കുന്നവരെ അധർമ്മികൾ. അധർമ്മികളായിട്ടുള്ള ഈ അസുരന്മാരുടെ എല്ലാം അങ്ങ് ഇപ്പം എല്ലാവരും നിഗ്രഹിച്ചു. പല രൂപത്തിൽ വന്നിട്ട് സ്വസ്വരൂപം പലതാക്കി മാറ്റി പല രൂപത്തിൽ വന്നിട്ട് അധർമ്മികളായിട്ടുള്ള എത്രയോ അസുരന്മാരെ നിഗ്രഹിച്ചു അല്ലേ. അതല്ലേ കഥനം, ധർമ്മദ്വിഷാം മഹാസുരാണം കഥനം യത് ഏതത് ഹേ ദേവി ത്വയാ അദ്യാകൃതം. അതായത് അംബികയെ അത് അന്യ കാ പ്രകരോതി. അമ്മ ഇങ്ങനെ ചെയ്ത ഈ അമ്മയുടെ കാരുണ്യം കൊണ്ട് പല പല രൂപങ്ങളെടുത്ത് ഈ അസുരന്മാരെ മുഴുവൻ നിഗ്രഹിച്ചില്ലേ. അത് അങ്ങനെയുള്ള ഒരു പുണ്യകർമ്മം അല്ലെങ്കിൽ ഒരു അത്ര ആൾക്കാരെ ഉപയോഗമായിട്ടുള്ള ഒരു കർമ്മം ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ചെയ്തില്ലേ. അത് അമ്മേ, അത് അവിടുന്നല്ലാതെ വേറെ ആര് ചെയ്യും. അതായത് തദ് അന്യ കാ പ്രകരോതി, നിന്തിരിപടി അല്ലാതെ ആരാ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. വേറെ ആർക്കും സാധ്യം തന്നെയല്ല ചെയ്യാൻ എന്ന് പറയാണ്. ഭഗവതിയെപ്പോലെ അനേക രൂപങ്ങളെടുത്തിട്ട് അതാത് സമയത്ത് വന്ന് എത്രയോ അധർമ്മികളെ നിഗ്രഹം ചെയ്തില്ലേ, അധർമ്മികളായിട്ടുള്ളവരെ ഇല്ലേ. അങ്ങനെ ചെയ്തതുണ്ടല്ലോ. അങ്ങേപ്പോലെ ഇന്ന് ചെയ്ത ഈ നിഗ്രഹങ്ങൾ ഭഗവതി അല്ലാതെ വേറെ ആര് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആർക്കാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക. അതാത് സമയത്ത് പല പല രൂപങ്ങളൊക്കെ എടുത്തിട്ടേ അല്ലേ. അതാണതിൽ. അങ്ങനത്തെ ഭഗവതി എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക എന്നാണ് അർത്ഥം അതിൻ്റെ. അത് പറഞ്ഞിട്ടില്ലേ അതിൽ, പക്ഷേ അതാണ് അത്ര നമ്മളെ സഹായിക്കുന്ന ആളാണെന്ന്. ഏതത് കൃതം യത് കഥനം ത്വയാദ്യധർമ്മദ്വിഷാം ദേവി മഹാസുരാണം രൂപൈരനേകൈർബഹുതാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോതി കാന്യ. അന്യ വേറെ ആരാണ് ഇതുപോലെ ഞങ്ങളെ രക്ഷിക്കാന്ന്. ഇനി വിദ്വത്സു ശാസ്ത്രേഷു വിവേകദീപേഷ്വാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതദീവ വിശ്വം. ഇനി വിവേകദീപേഷു ശാസ്ത്രേഷു, അതായത് വിവേകച്ച എന്താ, ശരിക്കും വിവേകം എന്താ, നമ്മൾ ഈ ശരീരമല്ല എന്ന് അറിയണതാ അല്ലെങ്കിൽ അനുഭവമാവണതാണ് ശരിക്കുള്ള വിവേകം. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അനുഭവമാകുന്നതാണ് ശരിക്കും വിവേകം. അതായത് അതുകൊണ്ടാണ് ആത്മാനാത്മവിവേകം പറയൂലോ. അതായത് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന എന്ത്, ആദ്യേഷു വാക്യേഷു വിദ്വത്സു ച, അതായത് ഈ ആത്മാവും അനാത്മാവിനെയും വേർതിരിച്ച് കാണിക്കുന്ന വിളക്കാണ് ദീപം എന്ന് പറഞ്ഞു. വിളക്കായി വേദാന്തം ശാസ്ത്രങ്ങളും ഒക്കെ അനാദിയായ, മാത്രമല്ല വേദവാക്യങ്ങളെ ഈ മഹാവാക്യങ്ങളൊക്കെ അതാണ് വാക്യേഷു, ആ വേദാന്ത വാക്യങ്ങളും വിദ്വത്സു അവിടെ ജ്ഞാനികളും നിറച്ച് ആദ്യേഷു വാക്യേഷു വിദ്വത്സു അവരൊക്കെ ഉള്ളപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏതത് വിശ്വം, ഈ ലോകത്തെ ത്വധന്യാക്ക അതിമഹാന്ധകാരേ മമത്വകീർത്തെ അതീവ വിഭ്രാമയന്തി. ഈ ലോകത്തിനെ അവിടുത്തേക്കല്ലാതെ വേറെ മറ്റാരാണ് ഈ മായയാകുന്ന മമത്വമാകുന്ന ഈ പൊട്ടക്കിണറ്റിലിട്ട്, മമത്വഗർത്തം വലിയ കുഴി, അതാണ് ഗർത്തം. അപ്പോൾ പൊട്ടക്കിണറ്റിലിട്ടിട്ട് വല്ലാതെ വട്ടം കറക്കും. ശരിക്കും പറയാച്ചാൽ അതല്ലേ. അതായത് ഈ ആത്മാനാത്മവിവേകമൊക്കെ തരണ വിളക്കാണ് എല്ലാ ശാസ്ത്രങ്ങളും വേദാന്തവും ഒക്കെ. മാത്രമല്ല ഈ മഹാവാക്യങ്ങളും ഈ ജ്ഞാനികളും ഒക്കെ
നമുക്ക് ഈ ആത്മാവും അനാത്മാവും തമ്മിലുള്ള വിവേകത്തിനെ വേർതിരിച്ച് കാണിക്കണതാണ്. അതായത് അതൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മളെയൊക്കെ മഹാമായ വന്നിട്ട് നമ്മുടെ ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിലിട്ടിട്ട് കറക്കണു. അതും ഭഗവതി തന്നെയാണ്. ഇതിന്ന് കരകയറ്റാനും ഭഗവതിയാണ് അല്ലേ? ഈ ശാസ്ത്രമാകുന്ന വിളക്കുകളും മഹാവാക്യങ്ങളും ജ്ഞാനികളും ഒക്കെയുള്ള ഈ ലോകത്തിലും നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മളെ ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിലിരുന്ന് വട്ടം കറക്കുന്ന ഭഗവതിയും അങ്ങനെയാണ്. അങ്ങല്ലാതെ ആരാ ചെയ്യുക? ഇന്ദിരവടിയല്ലാതെ ആരാത് ചെയ്യുക? കാരണം മഹാമായയാണ് അല്ലേ? അതായത് വിളക്കൊക്കെ തിളങ്ങുന്നുണ്ടെങ്കിലും അത് കാണാൻ നമ്മളെ സമ്മതിക്കാതെ ഈ അജ്ഞാനാന്ധകാരത്തിലിട്ടിട്ട് പൊട്ടക്കിണറ്റിൽ വീഴ്ത്തി നട്ടം തിരിക്കുന്ന ഭഗവതിയും ഈ ഭഗവതി തന്നെയാണ്. ഇപ്പം മുമ്പ് പറഞ്ഞു എല്ലാറ്റിൽ നിന്നും കരകയറ്റാനുള്ള ശക്തിയുള്ള ആളുമാണ്. അതേസമയം നമ്മളെ മഹാമായ വലപ്പിക്കും ചെയ്യും ഇല്ലേ? അപ്പം മഹാമായയെ നമസ്കരിച്ചിട്ട് വേണം നമുക്ക് മഹാമായയ്ക്കും അപ്പുറത്തുള്ള ഭഗവാനിലെത്താൻ. വിഷ്ണു മായയാണത് അല്ലേ? ആ മായ നമ്മളെ കറക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ മായയെ തന്നെ നമസ്കരിക്കുക. അപ്പം മായയുടെ തന്നെ സഹായത്തോടു കൂടി നമുക്ക് മായയ്ക്ക് അതീതമായി പോയിട്ട് ആ ആത്മാനുഭൂതി ഉണ്ടാവും. അതാണെന്നവർ പറഞ്ഞത് കേട്ടോ. ഈ വിദ്വാൻമാർ കാരണവും ശാസ്ത്രം കാരണവും മഹാവാക്യങ്ങൾ കാരണവും ഒക്കെ ഇവിടെ ആ ദീപമുണ്ട്. ആ ദീപത്തിനെ നമ്മളെ കാണാൻ സമ്മതിക്കാതെ ഈ മഹാമായ നമ്മളെ സംസാര ഗർത്തത്തിലിട്ട് കറക്കണു. അതും ഭഗവതി തന്നെയാണ്. അപ്പം എന്താ അതിനെ പിന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞറിയോ? ഈ അന്ധകാരത്തിന് കയറാൻ വിഷ്ണുവായെ നമസ്കരിച്ച് വിഷ്ണുവായെ പ്രാർത്ഥിച്ച് വിഷ്ണുവായെ ആശ്രയിച്ചാൽ നമുക്ക് വിഷ്ണുവായെ തന്നെ സഹായിച്ച് മായയ്ക്കപ്പുറത്തുള്ള ആ പരമാത്മാവായിട്ട് സാക്ഷാത്കാരം ലഭിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. വിദ്വത്സു ശാസ്ത്രേഷു വിവേകദീപേഷ്വാദ്യേഷു വാക്യേഷു ച കാത്വധന്യ മമത്വഗർത്തേധി മഹാന്ധകാരേ വിഭ്രാമയേത്യേതദീവ വിശ്വം. ഈ മമതയാണല്ലോ, അറ്റാച്ച്മെൻ്റാണ് നമ്മളെ ഇങ്ങനെ കറക്കണതേ. അതിലിടുന്നതും ഭഗവതി തന്നെയാണ്. അപ്പം നമുക്ക് ഭഗവതി തന്നെ ശരണാഗതി അടഞ്ഞാൽ ഭഗവതി തന്നെ നമ്മളെ സഹായിക്കും. മായയിൽ വീഴ്ത്തണതും ഭഗവതിയാണ്, മായെന്ന് നമ്മളെ കയറ്റണതും ഭഗവതിയാണ് അല്ലേ? അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതും കൂടിയും ചെയ്യാൻ സമയമുണ്ടോ നോക്കട്ടെ. ഇല്ലതുകൊണ്ട് കുറച്ച് വലിയ ശ്ലോകം. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് വളരെ എത്ര നല്ല ഇതാണല്ലേ. നമ്മളൊന്നിനു വേണ്ടി ഇതിൽ പ്രാർത്ഥിക്കില്ല, രക്ഷിക്കണേന്നും ഇങ്ങനെയൊക്കെ പറയണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കട്ടെ കേട്ടോ. രോഗാണ് ഏതർക്കൃതം കഥനം ധർമ്മദ്വിഷ്ടം ദേവി മഹാസുരാണ്. പിന്നെ അതെ, വിദ്വത്സു ശാസ്ത്രേഷു വിവേകദീപേഷ്. അതായത് എന്താ വെച്ചാലേ ഈ പിന്നെ പല ശാസ്ത്രങ്ങളിലും ഉപനിഷത്തും വേദവാക്യം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അത് മനസ്സിലാക്കണ്ടേ നമ്മൾ. അപ്പം ഈ പ്രപഞ്ചത്തിനെ അജ്ഞാനത്തിൽ അതായത് മോഹിപ്പിക്കുകയാണ് മഹാമായെ. എന്നിട്ട് നമ്മളെ ഈ സംസാരഗർത്തത്തിലിടുകയാണ്. അപ്പോൾ നമുക്ക് നിന്തിരുവടിയെ അല്ലാതെ ഒരാളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ആ മായെന്ന് കയറാനും എന്ന്. അത് നമുക്കിവിടെ നിർത്താം കേട്ടോ. ഞാൻ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ സമയം വൈകി പോവും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.